ഹലോ, അങ്ങനെ ആശയോടെ കാത്തിരുന്നത് ഈ ആഴ്ചയിൽ അവസാന ദിവസം അങ്ങ് വന്നെത്തി. കാലത്ത് എഴുന്നേറ്റു നേരെ കിച്ചണിൽ പോയി കിച്ചണിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി. ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഹെൽത്തി ഓട്സ് അപ്പാണ് തയ്യാറാക്കിയത്. അങ്ങനെ ടിഫിൻ പാക്ക് ചെയ്തു. ടിഫിൻ എനിക്കും അമ്മൂനും ഏതാണ്ട് ഒരേ സമയം പോകുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരേ സമയത്ത് ടിഫിൻ പാക്ക് ചെയ്യും. പിന്നീട് അമ്മൂനെ മാറിക്കലായി, ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കലായി, സ്കൂൾ ബാഗ് പാക്ക് ചെയ്യലായി, മുടി ടൈ ചെയ്യാൻ. മുടി എത്ര ടൈ ചെയ്താലും റെഡി ആവില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കലാണ് വലിയൊരു ടാസ്ക്. ഞങ്ങൾ മൂന്നുപേരും ഏതാണ്ട് ഒരേ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. പിന്നെ അമ്മൂനും എനിക്കും ഒരേ നേരത്താണ് പോകേണ്ടത്. അങ്ങനെ ഞാനും അമ്മൂനും എങ്ങനെയൊക്കെയോ ഡ്രസ്സ് മാറി ഇതാ പോവാൻ ഇറങ്ങുമായി. ഇത് കുറച്ച് ലേറ്റ് ആയിട്ട് പോകുള്ളൂ. അപ്പൊ പിന്നെ കാലത്ത് അവൻ അങ്ങിങ്ങൊക്കെ കറങ്ങി നടക്കുന്നുണ്ടാവും. ഇങ്ങനെ ഞാൻ റെഡിയായി ഇതാ ഇങ്ങനെ താഴെ ഇറങ്ങുന്നു. ഈ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ മനസ്സിൽ അപ്പ തോന്നി എപ്പോഴാണ് അവ കർത്താവ് ഇനി മുകളിലോട്ടൊന്ന് കയറി വരിക. അങ്ങനെ സിഗ്നൽ എല്ലാം ക്രോസ് ചെയ്ത് സ്കൂളിൽ പഞ്ച് ചെയ്ത് സൈൻ ചെയ്ത് സ്കൂളിൽ ഇങ്ങനെ കയറിക്കളഞ്ഞു. ഇനി ഒരു സ്റ്റെപ്പ് ഉണ്ട് എന്റെ മക്കളെ, ആ പ്രൈമറിയുടെ ഒരു സ്റ്റെപ്പ്. അത് കയറുമ്പോഴായിരിക്കും ഇനി അടുത്ത ഹാർട്ട് അറ്റാക്ക് വരാൻ പോലെ. അങ്ങനെ ആ സ്റ്റെപ്പ് അങ്ങ് കയറിപ്പോയി സ്കൂളിലെത്തി. സ്റ്റാഫ് റൂമിലെത്തി. ഞങ്ങൾക്ക് 8 o'clock ക്ലാസ് അവേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ സ്കൂളിലെത്തി. പഠിപ്പിക്കലായി, പിന്നെ വിശേഷങ്ങളായി, വഴക്കുകൾ തീർക്കലായി, പരിഭവങ്ങൾ, വിഷമങ്ങൾ. അങ്ങനെ ലഞ്ച് കഴിഞ്ഞു. ക്ലാസ് വിട്ടു. സ്റ്റെപ്പ് ഇറങ്ങുന്നു. ഇപ്പോഴും തോരാത്ത മഴ. പെട്രോൾ അടിച്ച് ഞാൻ ചേച്ചിയുടെ നേരെ കാണാൻ പോയി. ചേച്ചിയുടെ സ്കൂളിൽ നേരെ പോയി. അവിടുത്തെ ടീച്ചേഴ്സിന് എന്തോ ഡിസ്കഷനിലാണ്. അവിടുത്തെ ഗ്രൗണ്ട് എല്ലാം കണ്ടപ്പോ പണ്ടത്തെ എന്റെ സ്കൂളിലെ ഗ്രൗണ്ട് എല്ലാം ഓർമ്മ വന്നു. നിങ്ങൾക്കുണ്ട് അങ്ങനത്തെ മെമ്മറീസ്? വീട്ടിൽ തിരിച്ചെത്തിയപ്പോ ഇത് മുഖം തരുന്നില്ല. അവൻ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാം. നമ്മളാണോ വിഷമം ഇങ്ങനെ വയറ് കത്തി വരും. അങ്ങനെ വന്ന് ഇവിടെ ബാൽക്കണിയിൽ വന്നങ്ങ് ഇരിക്കും. ഇതാണ് മക്കളെ എന്റെ സ്വർഗം. ഇങ്ങനെ ഇരുന്ന് എത്ര നേരം ഇരിക്കുന്നു എനിക്കെന്ന് അറിഞ്ഞൂടാ. ഇത് വരുന്നു, അവനെ കുളിപ്പിക്കുന്നു, ദെൻ അമ്മുക്കുട്ടി വരുന്നു, ദെൻ ഞാൻ കുളിക്കുന്നു. അങ്ങനെ ഈ ബാൽക്കണിയിൽ അങ്ങ് വന്ന് ഇന്ന് ഈവനിങ്ങിൽ ഒരു ഉലാത്തിലുണ്ട്. ഉലാത്തിലെന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ഉലാത്തിലാണ്. ചിലപ്പോൾ കുറച്ച് നെഗറ്റീവ് അടിക്കും, ചിലപ്പോൾ കുറച്ചധികം പോസിറ്റീവ്സ് അടിക്കും, ചിലപ്പോൾ ആകെ ഡള്ളാവും, ഡസ്പാവും, ഡാർക്കാവും. പിന്നെയും പോസിറ്റീവ് വൈബ് എങ്ങനെയാ വീണ്ടെടുത്ത് അങ്ങ് നടക്കും. പക്ഷെ ഇത് മസ്റ്റാണ്. ഒരു റിലാക്സിങ്ങും സൂതിങ്ങും ഒക്കെയാണ്. അങ്ങനെ പിന്നെ നേരെ കിച്ചണിൽ പോകുന്നു. അവിടുത്തെ കുറച്ച് വർക്ക്സ് ഒക്കെ ചെയ്യുന്നു. അമ്മുകുട്ടി പഠിക്കുന്നു. വാഷിങ്, ക്ലീനിങ്, അങ്ങനെ അവർക്ക് രണ്ടുപേർക്ക് ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ അവരെ ഉറക്കാൻ കിടത്തുന്നു. ദെൻ ഞാനൊരു ഗ്രാറ്റിറ്റ്യൂഡ് നോട്ടൊക്കെ പറഞ്ഞ് ഞാനും അങ്ങ് കിടന്നു. അങ്ങനെ നോക്കുമ്പോ പുറത്ത് സ്റ്റിൽ എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, ഇടി വെട്ടുന്നു. പക്ഷെ എങ്കിലും ചില നേരത്തെ നമ്മുടെ മനസ്സിലൊരു ഇടിയൊക്കെ വെട്ടുന്നേ. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു. അപ്പൊ ശുഭ